ഹായ് ഫ്രണ്ട്സ്, ഇത് ഇന്നലെ അപ്പത്തിന് ആട്ടാനിട്ടതല്ല, ആട്ടിയ വീഡിയോയാണ്. രാവിലെ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചോറും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങ കുറച്ച് കൂടുതലിട്ടു. തേങ്ങ ഇട്ടാൽ തന്നെ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് ഞാൻ ദോശമാവ് ആട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ അപ്പത്തിന് അരിയാട്ടിയപ്പോൾ തോന്നി ആ വീഡിയോ ഇന്ന് ഇതിൽ കിടന്നോട്ടെ, വീഡിയോ കുറച്ച് ലെങ്തും കിട്ടുമല്ലോ. നിങ്ങൾ ഇങ്ങനെയാണ് അപ്പത്തിന് അരിയാട്ടുന്നത്? ചില ആൾക്കാർ മാവ് പൊടിച്ചിട്ട് അപ്പം കപ്പി കാച്ചി അങ്ങനെയൊക്കെ അപ്പം ചൂടുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് പച്ചരി വെള്ളത്തിലിട്ട് ചോറും തേങ്ങയും കൂടെ ആവശ്യത്തിന് ചേർത്ത് ആട്ടിയെടുക്കും. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുക, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ രാവിലെ ഇട്ടതാണ്, വൈകുന്നേരമാണ് ആട്ടാൻ തുടങ്ങിയത്. രാവിലെ എനിക്കൊരു സ്ഥലം വരെ സ്ഥലം വരെ ഇല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് വന്നിട്ട് വൈകുന്നേരമാണ് മാവാട്ടി വെച്ചത്. പിന്നെ അതിനുശേഷം നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഒരു കടി വേണ്ടേ, അങ്ങനെ നോക്കിയാൽ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ആ ബ്രെഡിന് നമ്മൾ വാഴയ്ക്കപ്പം പൊരിക്കില്ലേ, പഴംപൊരി പൊരിക്കും പോലെ മൈദാമാവും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മാവിൽ വാഴയ്ക്കപ്പം പൊരിക്കും പോലെ ഇത് ഈ ബ്രെഡിനെ നെടുകെ കീറി മുക്കി പൊരിക്കണമായിരുന്നു. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊരു തട്ടിക്കൂട്ട് സ്നാക്സ് എന്ന് പറയാം. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു. പൊരിച്ച് കഴിക്കുന്നത് വരെ എനിക്കൊരു ഇതായിരുന്നു, മക്കൾക്ക് ഇഷ്ടപ്പെടുമോ, അവർ കഴിക്കുമോ എന്ന് വെച്ചാൽ നോമ്പും കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് വേണമല്ലോ, അങ്ങനെ കരുതിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇന്നലെ പൊരിച്ചതിന് ബാക്കി 3 പീസ് പഴം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ 3 പീസും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ കടയിൽ നിന്നൊരു 2 സമൂസയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം ഞങ്ങൾ വാങ്ങിക്കാൻ പോയ കടയിൽ വേറെ സമൂസ തീർന്നിട്ടുണ്ടായിരുന്നു. 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പൊരിച്ച് വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ സമയം ഇനി ഒരുപാട് ബാക്കിയുണ്ട്. കഴുകിയിട്ട തുണി എടുക്കണം. അപ്പോൾ ഞാൻ കരുതി ഈ വീഡിയോ എടുക്കാം, ജസ്റ്റ് ഒന്ന് വീഡിയോ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വെറുതെ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കിട്ടുമല്ലോ. ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് തുണി കഴുകണ കല്ലുള്ളത്. അവിടെ നിന്ന് പൈപ്പും ഉണ്ട്. അവിടെ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കി അവിടെ തന്നെ വിരിച്ചെടുക്കാം. അതുകൊണ്ട് കുറച്ച് പാടില്ല. പിന്നെ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. ഞാൻ മുന്നത്തെ എൻ്റെ ഷോർട്സ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വിഴിഞ്ഞം പോർട്ട് ഉണ്ടല്ലേ, ഇൻ്റർനാഷണൽ വിഴിഞ്ഞം സീ പോർട്ട്, അതിൻ്റെ മുകൾ ഭാഗം കാണുന്നില്ലേ, അതിൻ്റെ മുകൾ ഭാഗം ക്യാമറ ജസ്റ്റ് ഇങ്ങനെ ആടുന്നുണ്ട്. കാരണം എൻ്റെ ഒരു കയ്യിൽ തുണി ഇരിപ്പുണ്ട്. തുണി എടുത്തതിന് ശേഷമാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. ദൂരെ കാണുന്നില്ലേ, വിഴിഞ്ഞം സീപോർട്ടാണത്, ഇൻ്റർനാഷണൽ സീപോർട്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അതിൻ്റെ വീഡിയോ അവിടുത്തെ പള്ളി തിരുനാളിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്കിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാണുന്ന പോർട്ടുണ്ടല്ലോ, രാത്രി കാണാൻ നല്ല രസമാണ്. നിറയെ ലൈറ്റൊക്കെ കൊണ്ട് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതിനൊക്കെ ശേഷം തുണിയെല്ലാം പിറക്കിയതിന് ശേഷം ഇനിയിപ്പം നോമ്പ് തുറക്കാൻ സമയം അടുത്തല്ലോ, ഇനിയിപ്പോൾ എല്ലാം എടുത്ത് വയ്ക്കണം. അപ്പോഴേക്ക് ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിച്ച് ബാങ്ക് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ആ ബ്രെഡ് ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ബ്രെഡ് പൊരിക്കുന്ന ആ മാവിൽ മുട്ട കൂടെ ചേർക്കും. നമ്മൾ വായിക്കപ്പം പൊരിക്കുമ്പോൾ മുട്ട ചേർക്കും. പക്ഷേ ഞാൻ അത് മുട്ട ഒന്നും ചേർത്തിട്ടില്ല. ആ ഒരു മണം എടുക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.